ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെക്കുറിച്ചുള്ളൊരു മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ശക്തി എന്താണ്, നിങ്ങളായിട്ട് നിൽക്കുന്നതാണോ നിങ്ങളുടെ ശക്തി, അങ്ങനെ എന്താണോ എന്നുള്ളത് നോക്കാം. നമുക്കൊരു 2 പൈൽ വെച്ചിട്ട് നോക്കാം നിങ്ങളെക്കുറിച്ച് എന്താണ്. 2 കാർഡ് എടുക്കാം. ഇതൊരു ഫസ്റ്റ് പൈല്, ഇത് സെക്കൻഡ് പൈല്. നിങ്ങൾക്ക് ഏതാണ് ആകർഷണം എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളത് സെലക്ട് ചെയ്യാം. നിങ്ങൾ കണ്ണടച്ച് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളായിട്ട് സ്വീകരിക്കുന്ന ഒരു പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നതായി സങ്കല്പിക്കുക. എന്നിട്ട് നന്നായി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് കുറച്ച് നേരം ഇരുന്ന് നിങ്ങൾ ഇതിലേത് കാർഡാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയാൽ മാത്രം സ്വീകരിക്കുക. നിങ്ങൾ വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് കാർഡ് സെലക്ട് ചെയ്തോളൂ കേട്ടോ. നമുക്ക് ഓരോ കാർഡിന് ഫസ്റ്റ് പയലിനുള്ള ഇതിന് വേണ്ടിയുള്ള കാർഡുകൾ ഇത് മാറ്റി വയ്ക്കാം. ഫസ്റ്റ് പയൽ ഏതാണെന്ന് നോക്കാം. ഇത് സ്ട്രെങ്ത് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിന് കാർഡുകൾ നോക്കാം. നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങളുടെ ശക്തി എന്താ. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇന്നർ പവർ ഉപയോഗിക്കുന്ന ഒരാളാണ്. നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഒരു സ്നേഹത്തോടെ നിങ്ങൾ എന്ത് പ്രശ്നങ്ങളെയും വളരെ സ്നേഹത്തോടെ നയപരമായി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ ചിത്രം കാണിക്കുന്നത് പോലെ നമ്മൾ ഉപദ്രവിക്കാൻ വരുന്ന സിംഹമാണെങ്കിൽ പോലും നിങ്ങളുടെ നയപരമായ പെരുമാറ്റങ്ങളിലൂടെ നിങ്ങൾ അവരെ കീഴ്പ്പെടുത്തും. നിങ്ങളുടെ ഒരു രീതി അവർക്ക് ആ ഒരു ഇതിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു ഇന്നർ പവറുള്ള ഒരു വ്യക്തിയാണ് ഇത് എന്ന് നോക്കാം. നമുക്ക് കാർഡുകൾ എടുത്ത് നോക്കാം. ഇത് എന്താണ് കിട്ടുന്നത് എന്ന് നോക്കാം. 9 of Cups, 2 of Swords, 2 of Wands, Empress. ഒരു കാർഡ് കൂടി നോക്കാം ഇതിനെക്കുറിച്ച്. The Sun. അപ്പം ഇങ്ങനത്തെ ഒരു വ്യക്തികളെ കുറിച്ചുള്ള ഈ പൈൽ 1 നമ്മൾ നോക്കിയത്. അതിൽ 9 of Cups ആണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കഴിവുകളിലും നിങ്ങളെന്താണെന്നും നിങ്ങൾ സ്വയം തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന ആളാണ്. അപ്പം നിങ്ങൾക്ക് എന്തോ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് അത് സ്വയം ഹാപ്പി ആവാനും എല്ലാ സാഹചര്യങ്ങളും നേരിടാനും ഉള്ള കഴിവുണ്ട്. അങ്ങനെയുള്ളത് ഇതാണ് നിങ്ങളുടെ ശക്തി. നിങ്ങളുടെ ഇത് നിങ്ങളായിട്ട് തന്നെ നിൽക്കുകയാണ്. നിങ്ങൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അതാണ് നിങ്ങളുടെ എല്ലാ വിജയത്തിലേക്കും നിങ്ങളെ നയിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഈ സാഹചര്യങ്ങളിൽ പ്രസൻ്റായുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾ രണ്ട് അവസ്ഥകളിലൂടെ നിങ്ങൾക്ക് എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു അവസ്ഥകളിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ആയിരിക്കാം. എന്ത് തന്നെയായാലും നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ 2 കാര്യങ്ങളായിട്ട് വരുന്നു. അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന് രണ്ടും തുല്യ പ്രാധാന്യത്തോടെ വരുന്ന ഓരോ സാഹചര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇത് 2 of Swords ഉണ്ട്, 2 of Wands ഉണ്ട്. ഇത് രണ്ടും ചിലപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനായിരിക്കാം, അല്ലെങ്കിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരിക്കാം. പക്ഷേ ഇതിൽ ഇതായിട്ട് നോക്കുന്നത് നിങ്ങൾ കണ്ണടച്ച് ഒരു മുൻവിധിയോടെ നോക്കാതെ എന്താണോ നല്ലത് അത് നിങ്ങൾ ആലോചിച്ച് നല്ല സമയമെടുത്ത് ചിന്തിച്ച് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു ഗൈഡൻസാണ് ഇത് തരുന്നത്. നിങ്ങൾക്ക് ഇതിൽ വരുന്നത് എംപ്രസ് ആണ്. നിങ്ങൾ അബണ്ടൻസിൻ്റെ ഒരു എനർജിയിലേക്കാണ് പോകുന്നത്. എന്ത് തന്നെയായാലും നിങ്ങളിങ്ങനെ തിരഞ്ഞെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പഴയതെല്ലാം മറന്നിട്ട് നിങ്ങൾ മുന്നിലേക്ക് നല്ല രീതിയിൽ പോകും എന്നുള്ള ഒരു എനർജീനെയാണ് എംപ്രസും ദ സണ്ണും കാണിക്കുന്നത്.
അപ്പോൾ ഈ ഒരു പൈൽ 1 എടുത്ത ആളുകൾ എന്തായാലും നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ വിശ്വസിക്കുന്നവരും നിങ്ങളുടെ കഴിവുകളിൽ നല്ല ഒരു കഴിവുകളുള്ള ക്രിയേറ്റീവായുള്ള ഒരു വ്യക്തികളുടെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് പല ചോയ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. പക്ഷേ നിങ്ങളതിൽ നല്ലത് നോക്കി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾ അബണ്ടൻസിലേക്ക് പോകണു. നിങ്ങൾ കഴിഞ്ഞതെല്ലാം മറന്ന് പുതിയൊരു എല്ലാ വേദനകളും മറക്കാനും എല്ലാതും പൊറുക്കാനും കഴിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളൊരു റീഡിംഗ് ആണ് ഇതിൽ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്തവർക്കുള്ള റീഡിങ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് പൈൽ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് പൈലായി കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നല്ല ചുറുചുറുക്കോടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. യുവത്വത്തിൻ്റെ ഒരു എനർജിയാണ്. പ്രായം എത്രയാണെങ്കിൽ നിങ്ങളെ വയസ്സ് നിങ്ങളെ ബാധിക്കുന്നില്ല, പ്രായം നിങ്ങളെ ബാധിക്കുന്നില്ല, നിങ്ങളുടെ എനർജിയെ ബാധിക്കുന്നില്ല. നിങ്ങൾ എന്ത് കാര്യമായാലും മുന്നോട്ട് നന്നായി ഇതാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ഏത് പ്രവൃത്തിയായാലും ഞാൻ ഏറ്റെടുക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസമുള്ള വ്യക്തികളാണ്. നമുക്ക് ഇവർക്ക് കിട്ടുന്ന കാർഡുകൾ എന്താണെന്ന് നോക്കാം. നയൻ ഓഫ് വാൻഡ്സ് ആണ്. ജസ്റ്റിസ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, ദ എംപ്രസ്. ഒരു കാർഡ് കൂടി നോക്കാം. ടു ഓഫ് കപ്സ്. അപ്പം ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ യുവത്വത്തോടെ പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് പൈൽ 2 സെലക്ട് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് ഇപ്പോൾ കാണിക്കുന്നത് നിങ്ങൾ കുറേ നിങ്ങൾ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു പേടിയുണ്ട്. ഇനിയും എന്തെങ്കിലും എന്നെ ആക്രമിക്കാൻ ആരെങ്കിലും വരുമോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നിലേക്ക് വരുമോ എന്നുള്ള ഒരു വിഷമത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു പേടിയും വിഷമമുണ്ട്. അങ്ങനെ ഒരു എനർജിയിലേക്കുള്ള ഒരാളുകളാണ് നിങ്ങൾക്ക് ജസ്റ്റിസ്. നിങ്ങൾ എന്തായാലും നീതി നടപ്പാക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടാത്ത, നിങ്ങൾക്ക് ആ നീതി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇറങ്ങി പുറപ്പെട്ട് ആ നീതി നടപ്പാക്കാൻ ശ്രദ്ധിക്കും എന്നുള്ള ഒരു മാനസികാവസ്ഥയിലുള്ള ആളുകളാണ്. പിന്നെ അതോടൊപ്പം ക്വീൻ ഓഫ് പെൻറ്റക്കിൾസും കാണിക്കുന്നു. നിങ്ങൾ ധനപരമായി നിങ്ങൾ കുറച്ചും കൂടി നല്ല ഒരു പൊസിഷനിലേക്ക് ഉയർന്നു നിൽക്കുന്ന ആളാണ്. അത് കൈകാര്യം ചെയ്യാൻ നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളുടെ ജീവിതത്തിലായാലും എന്ത് പ്രശ്നങ്ങൾ വരികയാണെന്ന് നിങ്ങൾ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യും. നിങ്ങളൊരു എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ലെവലിലേക്ക് ഉയരും. അതോടൊപ്പം നിങ്ങൾ എംപററും കൂടിയാണ്. നിങ്ങളൊരു ആജ്ഞാശക്തിയുള്ള മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെയുണ്ട്. പക്ഷേ അതോടൊപ്പം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പങ്കാളി കൂടി നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ വിവാഹ ജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിൽ വിവാഹം കഴിയാത്തവരാണെങ്കിൽ അങ്ങനെയും എന്തായാലും നിങ്ങളുടെ സ്നേഹം അറിയിക്കുന്ന ഒരു വ്യക്തി കൂടി നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നിങ്ങളുടെ അടുത്ത് കൂടെ വരും. അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ തൊഴിൽപരമായ ഇടത്തായിരിക്കാം കൂടുതൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടായിരിക്കുക. പക്ഷേ അത് എല്ലാത്തിനും നിങ്ങൾക്ക് തരണം ചെയ്യാനുള്ള പവർ നിങ്ങൾക്കുണ്ട്. പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ആശങ്കയുണ്ട്. പക്ഷേ ആശങ്ക വേണ്ട. നമ്മൾ വളരെ കെയർഫുള്ളായിട്ടിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് ബാക്കിയെല്ലാം നിങ്ങളുടെ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കൂടെയുള്ളതാണ്. ഇങ്ങനെയാണ് ഈ വ്യക്തികളെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു എനർജി. അപ്പോൾ നിങ്ങളുടെ ഈ ഇതിൽ പറയുന്നത് നിങ്ങൾ വളരെ സെൻസിറ്റീവായ ഒരാളാണ്. ഈ കാർഡ് വെച്ച് നോക്കുമ്പോൾ സെൻസിറ്റീവായ ആളാണ്. പക്ഷേ സൊസൈറ്റിയാണ് നിങ്ങളെ തെറ്റായിട്ട് ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റ്. നിങ്ങൾ എന്ത് പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആളുകൾ തെറ്റ് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടേതല്ല, തെറ്റ് നിങ്ങളുടേതല്ല. നിങ്ങൾ വളരെ വ്യത്യസ്തനായ യുണീക്കായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ അഭിമാനിക്കുക. നിങ്ങളുടെ ശക്തി ഏറ്റവും അത് തന്നെയാണ്. ഇനി നിങ്ങൾ
നിങ്ങളുടെ പവർ അറിയുക, നിങ്ങൾ അതിന് വേണ്ടി യൂണിവേഴ്സിനെ നന്ദി പറയുക. നിങ്ങൾ ഒരു അഫർമേഷൻ എടുക്കുക. നിങ്ങൾ ആരാണോ അത് ഇതാണ്, ഞാൻ ആരാണ്, അതാണ് എൻ്റെ ശക്തി, ഞാൻ എന്നെ പൂർണ്ണമായി സ്വീകരിക്കുന്നു, എൻ്റെ പോസിറ്റീവായ എല്ലാ കാര്യങ്ങളും ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിനോട് നന്ദി പറയുക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. യൂണിവേഴ്സ് നിങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതായി നിങ്ങൾ ഇമാജിൻ ചെയ്യുക. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക. ഈ മെസ്സേജ് നിങ്ങൾക്ക് റെസനേറ്റ് ആയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആത്മിക ഹീലിംഗ് ടാരോ മലയാളം എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.